നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ ഭരത് ചന്ദ്രൻ IPS എന്ന ഒരൊറ്റ കഥാപാത്രം അത് മലയാളികളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. കേന്ദ്രമന്ത്രിയായ ശേഷവും MP ആയ ശേഷവും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷമൊക്കെ ഈ ഭരത് ചന്ദ്രന്റെ പേരിൽ അദ്ദേഹം വിമർശനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഭരത് ചന്ദ്രനെ ഉദാഹരിച്ച് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഒരു പൊതുവേദിയിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപി ഒരിക്കൽ കൂടെ ഭരത് ചന്ദ്രൻ ആയിരിക്കുകയാണ്. പൊതുവേദിയിൽ കമ്മീഷണർ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഡയലോഗ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. താൻ ഭരത് ചന്ദ്രനിൽ നിന്നും വളർന്നിട്ടില്ലെന്ന വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് പൊതുവേദിയിൽ ഇങ്ങനെ ഒരു മറുപടി സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. പൊതുവേദിയിൽ സിനിമാ ഡയലോഗിലൂടെയാണ് വിമർശകർക്ക് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി മറുപടി നൽകിയിരിക്കുന്നത്. കമ്മീഷണർ സിനിമയിലെ ഡയലോഗും ആ ഷിറ്റ് എന്ന പദവും ഒക്കെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഭരത് ചന്ദ്രനെയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് തന്നോടുള്ള ഇഷ്ടം ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും മന്ത്രി വിമർശിച്ചു. ഭരത് ചന്ദ്രനായി മാത്രമല്ല തമിഴ് പടം ദീനയിലെ ആദികേശവനായും കേന്ദ്ര സഹമന്ത്രി മാറിയിരിക്കുകയാണ് പൊതുവേദിയിൽ. ആ ചിത്രത്തിലെ തമിഴ് ഡയലോഗ് കൂടി പറഞ്ഞായിരുന്നു സഹമന്ത്രി വേദി വിട്ടത്. ICSI കൊച്ചി ചാപ്റ്ററിന്റെ പരിപാടിയിലായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമാ ഡയലോഗും പറഞ്ഞ് ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയത്. അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണി സംബന്ധിച്ച പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മുല്ലപ്പെരിയാർ ഭീതിയായി നിൽക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഡാം എങ്ങാനും പൊട്ടിയാൽ ആര് ഉത്തരവാദിത്തം പറയും? കോടതി പറയുമോ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും. പൊട്ടിയാൽ ആര് ഉത്തരം പറയും? കോടതികളിൽ ഉത്തരം പറയുമോ? കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ? എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാനാകില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ISRO ചെയർമാൻ S സോമനാഥുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ISROയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചരണവും ചർച്ചകൾക്കും തുടക്കമായത്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ശക്തമാവുന്നത്. ഇതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് സർക്കാർ ഉന്നയിക്കുന്ന വാദം. മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഡാമിന്റെ സുരക്ഷാ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. മാത്രമല്ല ഈ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ നേരത്തെ പ്രതികരിച്ചിരുന്നു. പുതിയ അണക്കെട്ട് വേണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കേവലമായ ഒരു യുക്തിയുണ്ട്. ആ യുക്തിക്ക് പോലും നിരക്കാത്തതും ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ചമയ്ക്കപ്പെട്ടതുമായ ഒരു പാട്ടക്കരാർ ഇനിയും നിലനിർത്തിക്കൊണ്ടുപോകുന്ന നീതികേടാണെന്നതടക്കമുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.